കല്ലുവിൻ്റെ സ്വന്തം പി.കെ. ഭാഗം 4. നമ്മളൊക്കെ ഈ നാട്ടിലുള്ളപ്പോൾ ഒരു പെങ്കുച്ചുങ്ങളും വഴി നടക്കാൻ ബുദ്ധിമുട്ടരുത്. നീ പറഞ്ഞതുപോലെ നമുക്കൊന്ന് ആ പയ്യനെ നൈസായി ഒന്ന് ഉപദേശിച്ചേക്കാം, അല്ലേടാ? അല്ലെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ മൂക്കിന് കീഴെ ഈ രോമം ഇങ്ങനെ വളർത്തിയിട്ട് എന്താടാ കാര്യം? അത് പറഞ്ഞപ്പോഴേക്ക് സുബ്രു ചെറിയൊരു സംശയത്തോടെ അവൻ്റെ മീശയിലൊന്ന് തടവി നോക്കി. അതവിടെ തന്നെയുണ്ടെന്ന ആശ്വാസത്തിലും ഗമയിലും അവൻ അതൊന്ന് പിരിച്ചു നിർത്തി. ശരിയാ, ജെയിംസ് അച്ചായന് ഇതൊക്കെ നിസ്സാര കാര്യമേയുള്ളൂ. അങ്ങേര് പള്ളിക്കാര്യത്തെക്കുറിച്ച് തിരക്കിൽപ്പെട്ടതുകൊണ്ടാ ഇത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടായാലും അങ്ങേര് നോക്കിക്കൊള്ളാമെന്ന് ഏറ്റിട്ടുണ്ടടാ. സതീശൻ കൂടുതൽ ഉത്സാഹത്തോടെ ആ കാര്യത്തെക്കുറിച്ച് വിശദമാക്കി. കണ്ണൻ ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങാൻ തീരുമാനമെടുത്തപ്പോൾ മറ്റുള്ളവരും ഒപ്പം നിൽക്കാമെന്ന വാക്കു നൽകി. 4 പേരും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ആരംഭിച്ചു. അതിനുവേണ്ട പദ്ധതികളും അവർ തയ്യാറാക്കാൻ തുടങ്ങി. കുറച്ചധികം സമയം അതിനായി അവർ ചെലവഴിച്ചു. അതോടൊപ്പം അവിടെ ഗ്ലാസ്സിൽ നിറച്ചു വെച്ചിരുന്ന മദ്യത്തെ രുചിച്ചു നോക്കാനും അവർ മറന്നില്ല. എല്ലാം തീരുമാനിച്ച് പറഞ്ഞുറപ്പിച്ചതിന് ശേഷം സന്തോഷത്തോടെ ആ 4 പേരും അവരുടെ വലതുകൈ പരസ്പരം ചേർത്ത് കൂട്ടിമുട്ടിച്ചു. ഓക്കെ, ഡീൽ. ഉച്ചയൂണ് കഴിഞ്ഞുള്ള നേരത്തിൽ സുമ അറിയാതെ കുറച്ചുനേരം വീടിൻ്റെ ഉമ്മറത്തെ തിണ്ണയിൽ തല ചായ്ച്ചു കിടന്നു. വീട്ടിലെ പണികളെല്ലാം തീർന്നതിൻ്റെ ക്ഷീണം കൊണ്ടോ അതോ ഉച്ചവെയിലിൻ്റെ ചൂടിൽ അറിയാതെ കണ്ണുകൾ അടഞ്ഞതുകൊണ്ടോ എന്തോ സുമയുടെ കണ്ണുകൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി നീങ്ങി. അവരുടെ കണ്ണുകളും മനസ്സും പാഞ്ഞെടുത്തത് കണ്ണനെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്കായിരുന്നു. അമ്മേ, സുമമ്മേ! കണ്ണൻ നീട്ടി വിളിച്ചു. ഇതെവിടെ പോയി? ആരുമില്ലേ ഇവിടെ? ഞാൻ ഇവിടെ ഉണ്ട് കണ്ണാ. അവൻ ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു ചെന്നു. പിന്നാമ്പുറത്തെ അടുക്കളത്തിണ്ണയിലിരുന്നു കൊണ്ട് മുറ്റത്തെ വരിക്കപ്ലാവിലെ പഴുത്ത ചക്ക പറിക്കുന്ന തിരക്കിലായിരുന്നു സുമയും കല്ലുവും. സുമ കാലുകൾ നീട്ടി നിവർത്തി വച്ചുകൊണ്ട് ചക്ക ഓരോ കഷ്ണങ്ങളായി വെട്ടിമുറിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്നും ഓരോ ചുളയായി പറിച്ചിടാനുള്ള തിടുക്കത്തിലായിരുന്നു കല്ലുവും. കൂട്ടത്തിൽ അവർ 2 പേരും ഇടയ്ക്കിടയ്ക്ക് ചക്കച്ചുളയുടെ രുചി ടേസ്റ്റ് ചെയ്ത് നോക്കാനും മറന്നിരുന്നില്ല. ഈ കാഴ്ചയും കണ്ടുകൊണ്ട് അവരുടെ അരികിലേക്ക് അവൻ വന്നു നിന്നു. എനിക്കും തോന്നി നിങ്ങൾക്ക് ഇത് തന്നെയാവും പണിയെന്ന്. കാരണം ഇതിൻ്റെ മണങ്ങ് പുറത്തേക്ക് എത്തുമല്ലോ. അതേടാ കണ്ണാ, ഇനിയും ഇത് പറിച്ചില്ലച്ച വല്ല കിളികളും അണ്ണയും കൊത്തിത്തിന്ന് പോകത്തേ ഉള്ളൂ. വന്നിവിടെ ഇരിക്കി. നമ്മുടെ പ്ലാവിലെ ശുദ്ധമായ ചക്കയാ, യാതൊരു മരുന്നും കുത്തിവെക്കാത്ത നല്ല നാടൻ പഴം. ഇതൊക്കെ കിട്ടുന്ന സമയത്തല്ലേടാ കഴിക്കാനൊക്കത്തുള്ളൂ. നോക്കിയിരിക്കാതെ ഒന്ന് എടുത്തു കൊടുക്കേണ്ട കല്ലു. അത് കേൾക്കേണ്ട താമസം അവൾ വേഗം അതിൽ നിന്നും ഒരു പിടി വാരിയെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുത്തു. സ്നേഹത്തോടെ അവൻ്റെ നേർക്ക് വെച്ചു നീട്ടി. കഴിക്ക് കണ്ണേട്ടാ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീട്ടിപ്പിടിച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ ഗന്ധം അവനെ വല്ലാതെ അലോസരപ്പെടുത്തി. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ അങ്ങ് കഴിച്ചാൽ മതി. ഇന്നാട്ടിലെ സകല പഴങ്ങളും നിങ്ങൾക്ക് വിറ്റാമിൻ ഗുണം കിട്ടുന്നവയാണെന്നാണല്ലോ നിങ്ങളുടെ കണ്ടുപിടുത്തം. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അമ്മായിയമ്മയും മരുമോളും തന്നെ ഇതൊക്കെ കഴിച്ചേച്ചാൽ മതി. അവൻ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് ഉച്ചത്തിൽ വീണ്ടും വിളി തുടങ്ങി. കല്ലു, നീ വേഗം വന്ന് ഊണ് വിളമ്പുന്നുണ്ടോ? ആ പരുക്കൻ ശബ്ദം കേട്ടപ്പോൾ അവൾ അതെല്ലാം അവിടെ തന്നെ വെച്ചതിന് ശേഷം പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അതെങ്ങനെയാ? നല്ലതൊന്നും കഴിച്ചുള്ള ശീലം പണ്ടേ ഇല്ലല്ലോ അമ്മയുടെ പുന്നാര മോന്. പാക്കറ്റ് കവറിൽ തൂക്കിയിട്ടിരിക്കുന്നത് മാത്രമാണ് നല്ലതാണെന്നുള്ള അഭിപ്രായമല്ലേ കണ്ണേട്ടനുള്ളൂ. കണ്ണനെക്കുറിച്ചൊരല്പം നർമ്മം കലർത്തി ഏഷണി പറഞ്ഞത് കേട്ടപ്പോൾ സുമമ്മയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് രസിച്ചില്ല. എടി പെണ്ണെ, നീ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ മോശക്കാരനാക്കൊന്നും വേണ്ടട്ടോ. നമ്മുടെ കടയിലുണ്ട് കേട്ടോ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറേ തൂക്കിയിട്ടിരിക്കുന്ന പാക്കറ്റ് സാധനങ്ങൾ. അതുകൂടി ഒന്ന് ഓർമ്മ വേണേ. അവളൊരു ചമ്മിയ ചിരിയോടെ നാവ് കടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി. ഈ സമയം ഊണ് ഡൈനിങ് ടേബിളിലേക്ക് എത്തുന്നത് നോക്കിയിരുന്നു കൊണ്ടവൻ പതിയെ മേശപ്പുറത്ത് താളം പിടിച്ചുകൊണ്ട് കൊട്ടിയിരിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടവൾ കഴിക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് പെട്ടെന്ന് അവിടേക്ക് കടന്നു വന്നു. അയ്യോ കണ്ണേട്ടാ, പ്ലീസ് ശബ്ദമുണ്ടാക്കല്ലേ, കുഞ്ഞാറ്റ ഇപ്പം എഴുന്നേൽക്കും. ഒരു കുഞ്ഞു ശബ്ദം കേട്ടാൽ മതി, അവൾ അപ്പോഴേക്കും ഞെട്ടി ഉണരും. അതങ്ങനെയല്ലേ വരൂ, അവൾ എൻ്റെ മോളല്ലേ. ഞങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സും ചെവിയും ചുറ്റുപാടുള്ളതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ നിന്നെപ്പോലെ വെട്ടിയിട്ട പോത്തിനെ പോലെ കിടന്നുറങ്ങുന്ന സ്വഭാവമൊന്നും എനിക്കും എൻ്റെ കുഞ്ഞിനും ഇല്ല. കേട്ടോടി കല്ലുമുളകെ. അത് പറഞ്ഞപ്പോൾ അവൾ ഒരല്പം പരിഭവത്തോടെ അവനെ നോക്കി ആ കവിളുകൾ പതിയെ അവൾ വീർപ്പിച്ചു വെച്ചു. അവളുടെ വീർത്തു കെട്ടിയ മുഖത്തേക്ക് നോക്കി ഉള്ളിലറിയാതെ അവനൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ പെട്ടെന്ന് അവളോട് കൽപ്പിക്കുകയായിരുന്നു. മുഖം വീർപ്പിച്ച് നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വിളമ്പടി പെണ്ണേ.
അവളുടെ പരിഭവം തുറന്നു പറയാൻ കഴിയാതെ ആ ചോറിൽ തീർക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട്. വിളമ്പുന്ന കയ്യിൽ കൊണ്ടവൾ ചോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കിക്കൊണ്ട് നിൽക്കാൻ തുടങ്ങി. ഊണ് കഴിക്കാനായി കാത്തിരിക്കുന്ന കണ്ണന് അതുകൊണ്ട് വീണ്ടും ക്ഷമ നശിച്ചു തുടങ്ങി. ഇന്നിവൾ ചോറ് വിളമ്പിയിട്ട് ഞാൻ കഴിച്ചത് തന്നെ. മനുഷ്യനിവിടെ വിശന്ന് കുടല് കത്തി നിൽക്കുന്ന കാര്യമുണ്ടോ അവൾ അറിയുന്നു. ഞാൻ തന്നെ വിളമ്പി കഴിക്കുന്നതായിരിക്കും നല്ലത്. അവൻ മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് ആ കയ്യിൽ അവളിൽ നിന്നും വാങ്ങിക്കൊണ്ടവൻ തനിയെ പ്ലേറ്റിലേക്ക് വിളമ്പാൻ തുടങ്ങി. നല്ല ചൂടുള്ള കുത്തരിച്ചോറും കുടമ്പുളി ഇട്ടുവെച്ച് നല്ല നാടൻ മത്തിക്കറിയുടെ മണവും അവൻ്റെ നാസികയിലേക്ക് ഒരു തടസ്സവുമില്ലാതെ പെട്ടെന്ന് പാഞ്ഞു കയറി. ആഹാ, എന്താ ഒരു മണം! അവൻ ആ കറിയുടെ ഗന്ധമൊന്ന് നന്നായൊന്ന് ആസ്വദിച്ചു. നോൺ വെജിനോട് താല്പര്യം കൂടുതലുള്ള കണ്ണന് ആ ദിവസം വിശപ്പും ഇത്തിരി കൂടുതലായിരുന്നു. അവൻ കുറച്ച് വേഗത്തിൽ കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അവൻ്റെ വാരിയുള്ള കഴിക്കൽ കണ്ടപ്പോൾ കല്ലുവിനും അറിയാതെ ചിരി വരാൻ തുടങ്ങി. പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ട് വേണമല്ലോ കൂട്ടുകാരോടൊത്ത് അടുത്ത സവാരിക്ക് ഇറങ്ങാനെന്ന മട്ടിലുള്ള കണ്ണൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ അവൾ വായ്പൊത്തി ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു. കഴിച്ചു തീർത്തതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. വാഷ് ബേസിൽ ചെന്ന് അവിടെയുള്ള കണ്ണാടിയിലേക്ക് മുഖം നോക്കി കണ്ണിറുക്കിയ ശേഷം കൈകൾ കഴുകാനായി അവൻ തുടങ്ങി. അവൻ്റെ പതിവ് ശൈലിയിൽ വെള്ളം തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു അസാധ്യ കൈകഴുകൽ. ആ കൈകൾ കഴുകി വെടുപ്പാക്കുമ്പോഴേക്കും അവിടെയെല്ലാം വെള്ളത്തിൻ്റെ സരിഗമയാക്കി തീർക്കാൻ അവൻ പണ്ടു തൊട്ടേ ശീലിച്ചതായിരുന്നു. പാത്രങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് അവിടേക്ക് നടന്നു വരികയായിരുന്ന കല്ലു ആ വെള്ളത്തിൽ അറിയാതെ ഒന്ന് ചവിട്ടി. ദേ കിടക്കുന്നു. പാത്രങ്ങളെല്ലാം കൂടി കയ്യിൽ നിന്നും താഴേക്ക് തെറിച്ചുകൊണ്ട് അവൾ എവിടെയും പിടുത്തം കിട്ടാതെ വഴുതി വന്നവൻ്റെ മേലിലേക്ക് വന്ന് വീണു. അയ്യോ കണ്ണേട്ടാ! അവൾ നീട്ടി വിളിച്ചു. അപ്രതീക്ഷിതമായ ആ വിളിയും വീഴാൻ പോകുന്ന കല്ലുവിനോടുള്ള സ്നേഹവും കാരണം ആ പിടുത്തം അവനെയും അവിടെയൊന്ന് കാലിടറാനിടയാക്കി. അവൻ്റെ നെഞ്ചിൽ വീണു കിടന്നവൾ പതിയെ എഴുന്നേൽക്കാനായി ശ്രമം തുടങ്ങിക്കൊണ്ടേയിരുന്നു. ഏതായാലും വീണില്ലേ എന്ന ഭാവത്തിൽ കണ്ണൻ അവളെ ചേർത്ത് പിടിച്ച് ഒരൊറ്റ ഇറുക്കൽ. അമ്മേ എന്ന് വിളിച്ചുകൊണ്ടവൾ ഒന്നിടറി. പാത്രങ്ങളുടെയും വീഴ്ചയുടെയും ശബ്ദ കോലാഹലം കേട്ടുകൊണ്ടാണ് സുമയമ്മ മോളെ കല്ലു എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടിയെത്തിയത്. പെട്ടെന്നറിയാതെ അവിടേക്ക് കാലെടുത്തു വെച്ചതും രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ രംഗം കൺമുന്നിൽ കണ്ടപ്പോൾ സുമമ്മയ്ക്ക് ആകെ ഒരു ചമ്മലും നാണക്കേടും തോന്നി. അവർ അവിടേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന ഭാവത്തിൽ തല തടവിക്കൊണ്ട് അവിടെ നിന്നും പതിയെ പിന്നോട്ട് വലിഞ്ഞു നിന്നു. താനൊന്നും കണ്ടില്ലല്ലോ എന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും അവർ തിരിഞ്ഞു നടന്നു. ഷോ, വേണ്ടിയിരുന്നില്ല, വെറുതെ പോയൊന്നെത്തി നോക്കി. എല്ലാം പെറുക്കി എടുത്തുകൊണ്ട് കല്ല് അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു. അപ്പോഴേക്കും ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് കുഞ്ഞാറ്റയുടെ ചിണുങ്ങലും ആരംഭിച്ചിരുന്നു. ദേ വരണുടെ വാവേ, അമ്മതേ എപ്പം അങ്ങോട്ട് വരാട്ടോ! അവൾ കുഞ്ഞിനോടായി മറുപടി പറയും പോലെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയപ്പോഴാണ് കണ്ണൻ അവളുടെ കൈകളിൽ പെട്ടെന്ന് കയറി മുറുകെ പിടിച്ചത്. അങ്ങനെ അങ്ങ് പോയാലോ? നിന്റെ പിണക്കൊക്കെ മാറിയോ പെണ്ണേ? ആ പിടുത്തത്തിൽ നേരിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ കൈ കുടഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. വീട് കണ്ണേട്ടാ, ദേ കുഞ്ഞാറ്റ എണീറ്റുട്ടോ. ഞാൻ അങ്ങോട്ട് വേഗം ചെല്ലട്ടെ, ഇല്ലച്ച അവൾ കിടന്ന് കരയാൻ തുടങ്ങും. അത് പറഞ്ഞതും അവൻ അവളുടെ കൈവിട്ടുകൊണ്ട് ആ കവിളിൽ പതുക്കെ എന്ന് തലോടി നോക്കി. ആഹാ, കൊള്ളാലോ! ബലൂണ് പോലെ ഇത്രയും നേരം വീർത്ത് നിന്നിരുന്ന ആ കവിൾ എവിടെ പോയെൻ്റെ കല്ലൂസേ? അവൻ ആ കവിളിൽ പതിയെ വിരലുകൊണ്ട് ഓടിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ആ വീഴ്ചയിലങ്ങ് ഒലിച്ചു പോയി. എന്തേ ഇപ്പൊ സമാധാനമായില്ലേ കണ്ണേട്ടന്? അമ്മേ, എൻ്റെ നടു ഒടിഞ്ഞു! അവൾ മറ്റേ കൈകൊണ്ട് നടു തടവിക്കൊണ്ട് വേദനയോട് പറഞ്ഞു തീർത്തു. നല്ല മുട്ടിക്കുളങ്ങര തൈലമിട്ട് ഞാൻ ഒന്ന് അമർത്തി തടവി തരണോ കല്ലൂസേ? ഏത് വേദനയും പമ്പ കടക്കും. എന്താ ഒരു കൈ നോക്കുന്നോ? അയ്യോ വേണ്ടേ, പമ്പയും കടക്കണ്ട, പാലവും കടക്കണ്ട. എൻ്റെ കൈയൊന്ന് വിട്ടു തന്നാൽ മാത്രം മതി എൻ്റെ കണ്ണേട്ടാ. അവൾ അവൻ്റെ കൈകളിൽ നിന്നും തെന്നി മാറിക്കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. അവൾ ഓടുന്നത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടവൻ ആ മുണ്ടൊന്ന് മടക്കി കുത്തി അവിടെ നിന്നും ഉമ്മറത്തേക്ക് നടന്നകന്നു. ഉച്ചവെയിലിൽ തിളങ്ങി ഉമ്മറം നല്ല പ്രകാശപൂരിതമായിരുന്നു. എങ്കിലും വെയിലിൻ്റെ ശക്തിയായ ചൂടേൽക്കാത്ത പ്ലാവിൻ്റെ നിഴൽ പതിക്കുന്ന ഇടത്തേക്ക് അവൻ മാറിയൊന്നിരുന്നു. തിണ്ണയിൽ പാതി മടക്കു നിവർത്തിയ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ടവൻ ഒന്ന് ആഞ്ഞു വീശി. അതിനുശേഷം പതുക്കെ അതിൻ്റെ മടക്കുകൾ നിവർത്തിയൊന്ന് വായിക്കാനായി ശ്രമം തുടങ്ങി. വായിക്കാൻ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തൊരു നോട്ടത്തോടെ അവൻ വെറുതെ ആ പേജുകൾ മറിക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു വിളി. കണ്ണാ! ആ വിളിയുടെ ശക്തിയിലും ഉച്ചത്തിലും ഞെട്ടിക്കൊണ്ടവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ നിന്നും എഴുന്നേറ്റു. കയ്യിൽ കുറച്ച് കടലാസ് തുണ്ടുകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചുവന്നു തുടുത്ത മുഖഭാവത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഭയാനകമായ അച്ഛൻ്റെ ആ രൂപം കണ്ടപ്പോൾ അവനൊന്ന് പരിഭ്രമത്തോടെ എഴുന്നേറ്റ് നിന്നു.
എന്താ കാര്യമെന്നുറക്കെ തിരിച്ചു ചോദിക്കാൻ പോലും കഴിയാതെയുള്ള ആ നോട്ടം അവനെ തെല്ലൊന്ന് ഭയപ്പെടുത്തി. കണ്ണ, എന്താ ഇത്? എന്താ ഞാൻ ഈ കാണുന്നത്? ഇത്രയും കാലം ഇതിൻ്റെ കൂടി ഒരു കുറവേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതുമായി. മതിയായടാ എനിക്ക്. ഈ അച്ഛന് തൃപ്തി ആയടാ. അയാൾ ഒരു നിമിഷം വികാരഭരിതനായി തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അച്ഛനിത് എന്തൊക്കെയാ പറയണേ? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു തരൂ. കരയാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അവൻ്റെ ഉള്ളിലെ സംശയങ്ങൾ പതിയെ പുറത്തേക്ക് ഒഴുകി വന്നു. അത് കേട്ടതും അയാൾ രോഷം കൊണ്ട് കലിയിളകാൻ തുടങ്ങി. എന്താ ചെയ്തെന്നോ? ഇതൊന്ന് വായിച്ചു നോക്ക്, അപ്പോൾ പിടികിട്ടും. അയാൾ ആ കടലാസ് തുണ്ടുകൾ അവന് നേർക്ക് എറിഞ്ഞു കൊടുത്തു. അവൻ്റെ മുഖത്ത് വന്ന് പതിച്ചതിന് ശേഷം അതെല്ലാം താഴേക്ക് ഉതിർന്നു വീണു. അന്നേരം പുറത്തെ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ട് സുമമ്മ അവിടേക്ക് ഓടിയെത്തി. എന്താ എന്താ ശ്രീധരേട്ടാ, എന്തിനാ ഇത്രയ്ക്ക് ഒച്ചയും ബഹളമൊക്കെ? കാര്യം എന്തെന്നറിയാതെ അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. കണ്ണനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ദേ നിൽക്കണു നിന്റെ പുന്നാര മോന്, അവനോട് ചോദിക്ക് കാര്യം എന്തെന്ന് അവൻ പറയട്ടെ. സുമ പെട്ടെന്ന് തന്നെ കണ്ണന് നേർക്ക് തിരിഞ്ഞു നിന്നു. എന്താടാ കണ്ണ, എന്താ പ്രശ്നം? താഴെ വീണ് കിടക്കുന്ന കടലാസുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അവൻ അതൊന്ന് നോക്കി. കടലാസിലെ വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അവൻ അമ്മയുടെ മുഖത്തേക്ക് വീണ്ടും ഒന്ന് നോക്കി. ഒന്നും മറുപടി പറയാതെ അവൻ അങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവർ അവൻ്റെ കൈക്കിട്ടൊന്ന് കൊടുത്ത ശേഷം ചോദിച്ചു. എന്താടാ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയൂ. അവൻ പറയില്ല. പറയാൻ ആ നാവ് പൊന്തിയിട്ട് വേണ്ടേ? അത്രയ്ക്ക് വലിയ കാര്യമല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനു മാത്രം എന്ത് മഹാപാപാടാ ഞാൻ നിന്നോട് ചെയ്തത്? ശ്രീധരേട്ടൻ്റെ വാക്കുകളിൽ കാര്യമായ പ്രശ്നം നിഴലിക്കുന്നുണ്ടെന്ന് സുമയ്ക്ക് വ്യക്തമായിരുന്നു. കണ്ണൻ്റെ കയ്യിലിരിക്കുന്ന കടലാസുകൾ സുമ വേഗത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഒന്ന് കണ്ണോടിച്ചു നോക്കി. അത് വായിച്ചപ്പോൾ അവരാകെ സ്തംഭിച്ചു നിന്നു. എൻ്റെ കൃഷ്ണ, ഞാൻ എന്താ ഈ കാണുന്നേ?